അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഇന്ന് റജബ് 1 വളരെയധികം പവിത്രമായ മാസങ്ങളിലെ ഒരു ദിവസമാണ്. റജബ് 1 നമുക്ക് റജബ് മാസം പാപങ്ങൾ പുറത്തു തരാനും പശ്ചാത്താപം സ്വീകരിക്കുന്ന മാസമാണ്. അള്ളാഹു താല ഈ ഒരു റജബ് മാസത്തിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ അള്ളാഹു താല പുറത്തു മാപ്പാക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ തൊലിയെ നരകം സ്പർശിക്കാത്ത ഒരു ദുആ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും റജബ് മാസത്തിൻ്റെ 30 ദിവസവും ആ ഒരു ദുആവിനെ 70 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. ഏറ്റവും ചെറിയ ദുആ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ആദ്യത്തെ 10 ദിവസങ്ങൾ, റജബിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങളിൽ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടതാണ് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഒരു ദിക്ർ. ഇതിനെ 100 പ്രാവശ്യം നിങ്ങൾ എല്ലാ ആളുകളും സുബ്ഹിക്ക് ശേഷം, രാവിലെ പ്രഭാതത്തിലും, അതേപോലെ തന്നെ മഗ്‌രിബിന് ശേഷമോ മഗ്‌രിബിന് മുമ്പോ ആയിട്ട് 100 പ്രാവശ്യവും സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഒരു ദിക്റിനെ അധികരിപ്പിക്കുക. അതുപോലെ നമ്മൾ നരകം സ്പർശിക്കാത്ത ദുആ എന്ന് പറയുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വതുബ് അലയ്യ എന്ന ഒരു ചെറിയ ദുആ ആണ്. ഇത് 70 പ്രാവശ്യം എല്ലാവരും തന്നെ ഇത് ചൊല്ലണം. അത് നമ്മുടെ എന്താ പറയുക, പാപം പൊറുക്കാൻ വേണ്ടി നമ്മൾ റമളാൻ വരെ കാത്തു നിൽക്കുന്നവരാണ്. റമളാനിലേക്ക് നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് റമളാനിനെ നമ്മൾ ആ കൽബിലേക്ക് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൽബിലെ എല്ലാ പാപങ്ങളും പുറത്ത് അള്ളാഹു താല മാപ്പാക്കി തരട്ടെ. അത് മാത്രമല്ല, ഈ ഒരു ദുആ ഇരക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നത് നമ്മുടെ നരകത്തിലെ നമ്മുടെ തൊലി ആ ഒരു നരകം സ്പർശിക്കുക പോലുമില്ല എന്നുള്ളതാണ് ഈ ദുആ ചൊല്ലുന്ന റജബ് മാസത്തിൽ ഈ ദുആ ഇരക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളും ഈ ദുആവിനെ എത്രത്തോളം അധികരിപ്പിക്കാൻ പറ്റും അത്രത്തോളം അധികരിപ്പിക്കുക. അതല്ലെങ്കിൽ 70 പ്രാവശ്യം കണക്കാക്കി ഈ ഒരു ദുആവിനെ ഓരോ ദിവസവും ഈ മാസത്തിൽ ഉടനീളം 30 ദിവസമാണെങ്കിൽ 30 ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.